ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വിഷു സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് പ്രഥമനാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പായസപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുവയറ്റും പരിപ്പ് എന്നാണ് പറയുന്നത്. ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. വറുത്തിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വറുക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പരിപ്പ് വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് രണ്ട് മൂപ്പിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മൂക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൂത്തേച്ചാൽ മതി. നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ മൂപ്പാകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കോരി മാറ്റുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ അങ്ങനെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയുള്ള പരിപ്പ് എന്ന് വെച്ചാൽ ഞാനത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. ഒരു ചെറിയൊരു എന്താ പറയുക, ആദ്യത്തേനേക്കാളും ഒന്നും കൂടെ ബ്രൗണർ ആകണം കേട്ടോ. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് തന്നെ ആക്കിക്കോളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് ഉരുളിക്കകത്തിട്ടിട്ടാണ് ഇത് ആക്കുന്നത്. അപ്പോൾ നല്ല എന്താ പറയുക, ഇത് നല്ല ഭയങ്കര കട്ടിയുള്ള പാത്രമല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് മൂത്ത് വരും. മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരിപ്പ് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കാം. കണ്ടോ, ആ ഒരു കറുമുറു എന്നുള്ള സൗണ്ട് വരുമ്പോഴത്തേക്കും ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. വ്യത്യാസം നോക്കി, ഇത് ഇത്ര ആയിട്ടുള്ളൂ. ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ ബ്രൗൺ ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസത്തിൽ ആ പരിപ്പ് അതുപോലെ തന്നെ കിടക്കും കേട്ടോ. ഈ മൂത്ത പരിപ്പ് അങ്ങനെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടാം കേട്ടോ. വേവിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. വറുത്ത് വെച്ചിരുന്ന പരിപ്പ് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുക കേട്ടോ. പരിപ്പ് വേകാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. പായസത്തിലേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു 4 ഏലക്കയും ഒരു നുള്ളു ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഇത് അങ്ങോട്ട് വറുത്തിട്ട് അങ്ങ് പൊടിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചൂടാക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും. ജീരകം വേണമെന്നില്ല, ഏലക്ക തന്നെയാണെങ്കിലും മതി. നമ്മുടെ പരിപ്പ് എന്തായി നോക്കാം. നല്ല പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവായിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അധികം വേവിക്കാത്ത പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റേ ബ്രൗൺ കളറിൽ ഇരിക്കുന്ന പരിപ്പ് വെന്തിട്ടില്ല കേട്ടോ. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാതെ കണ്ടോ, ആ ബ്രൗൺ നിറത്തിലുള്ള പരിപ്പ് കണ്ടോ. ഇനി നമുക്കതൊരു നമ്മൾ നേരത്തെ ചൂടാക്കിയ പാത്രത്തിലേക്ക് തന്നെ, ഈ പരിപ്പ് ചൂടാക്കിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇങ്ങനത്തെ പാത്രം ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ബ്രൗൺ കളറിലെ പരിപ്പ് കിടക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചോളാം. എന്നിട്ട് ഇതിനകത്തേക്ക് 2ാം പാൽ ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ചേർക്കണേന്. ഈ 2ാം പാൽ 2.25 കപ്പ് 2ാം പാലാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അലിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് വെന്തതാണ്, എന്നാലും നമ്മൾ ആ പാലിൽ കിടന്നിട്ടും കൂടെ ഒന്നുകൂടെ ആകണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി വെച്ചേക്കുന്ന ശർക്കര പാവ് കാച്ചിയത് ചേർക്കാം. ഇത് മധുരത്തിന് ആവശ്യം അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അതിൻ്റെ അകത്ത്
ഇതിങ്ങനെ പാനിയാക്കി വെച്ചേക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പറ്റും. ഡാർക്ക് കളർ ശർക്കരയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കളർ കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് ഈ ഇതിന് ഇച്ചിരി കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് തേങ്ങാക്കൊത്ത് ഈ നെയ്യിലേക്ക് ചേർക്കാം. ഇത് നെയ്യിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ കശുവണ്ടിയും മുന്തിരിയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ബ്രൗൺ നിറാകുന്നവരെ ഇതിങ്ങനെ മൂപ്പിക്കണം. പായസത്തിൽ ശർക്കര ഒഴിച്ചതിന് ശേഷം അത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശർക്കര പരിപ്പിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണമല്ലോ. തേങ്ങ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് കേട്ടോ. എന്താ ഇതേപോലെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതേപോലെ ഒരു ബ്രൗൺ നിറത്തിലായിട്ട് ആക്കണ്ടേ. അതിലേക്ക് കുറച്ച് എള്ള്, കറുത്ത എള്ള് ഇതങ്ങോട്ട് സ്റ്റവ് ചെയ്ത് മാറ്റാട്ടോ. എന്തായി മണം കിട്ടിയ നല്ല മണമാണോ പായസത്തിൻ്റെ? അതെ, കുട്ടപ്പായ്ക്ക് പായസം വേണോ? പായസം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2ാം പാല് ചേർത്തു. പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനിയെല്ലാം ചെയ്യുന്നത് എല്ലാം പെട്ടെന്ന് കേട്ടോ. ഇനി ഇതിലേക്ക് 1ാം പാലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഇതിപ്പോൾ ഞാൻ ഒരു അരക്കപ്പോളം ഉണ്ട്. ഞാൻ ഫുള്ളൊന്നും ഒഴിക്കുന്നൊന്നുമില്ല. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം 1ാം പാല് ചേർക്കാം. നല്ല കട്ടിയുള്ള കുറുകിയ പാല് 1/4 കപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നല്ല കട്ടിയാണ് പാലിന്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ചേർക്കാം. നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കൊത്തും എള്ളും. ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തിളയ്ക്കേണ്ട. 1ാം പാല് ചേർത്തില്ലേ, ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അത് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇത് കുറച്ച് സമയം ഇരിക്കണം. അത് നല്ലതായിട്ട് ആറിയതിന് ശേഷം വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി കുറച്ച് ലൂസാണ് ഇപ്പോൾ, പക്ഷെ അത് ആറിക്കഴിയുമ്പോൾ നല്ല തിക്കാവും. നമ്മൾ ആദ്യമേ തന്നെ ഇതിപ്പോൾ ഭയങ്കര കട്ടയായിട്ട് ഇപ്പോൾ നല്ല കുറിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ആറിക്കഴിഞ്ഞാൽ ഭയങ്കര കട്ടയായി പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം പായസം ഉണ്ടാക്കാനായിട്ട്. എന്നാലേ ഇത് ആറുമ്പോൾ നല്ല കറക്റ്റ് ടെക്സ്ചർ ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.